Okay. So, ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ച പോർഷൻസ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. ചേഞ്ചിങ് ദ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്. ചേഞ്ചിങ് ദ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് കഴിക്കാം. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരാം മിസ്റ്റർ. So, desktop background. Okay, this is our desktop, right? This is our desktop. Okay, so default ആയിട്ട് ഡെസ്ക്ടോപ്പിലുള്ള പിക്ചർ കണ്ടോ? ഒരു ചെറിയ വിൻഡോ, അതിലേക്ക് ഒരു ലൈറ്റ് കടന്നു വരുന്ന പോലെ ഒരു പിക്ചർ അല്ലേ? The same picture you can see in your textbook on page number 28, figure 2.9. Default desktop background on Windows 10. Windows 10ന്റെ default desktop background ആണ് അല്ലേ? ഒരു ബ്ലൂ കളറിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് അല്ലേ? The same picture is in your textbook. So this is the background and we can change the desktop background. നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പക്ഷെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മുടെ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുന്ന ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഈ ബ്ലൂ കളറിൽ നിങ്ങൾ കാണുന്നത്. ബട്ട് വി ക്യാൻ ചേഞ്ച് ഇറ്റ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോൺ വാങ്ങുമ്പോഴും ഡീഫോൾട്ട് ആയിട്ട് ഒരു ഡെസ്ക്ടോപ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവും അല്ലേ? പിന്നെയാണ് നമ്മൾ നമ്മുടെ പിക്ചറും നമ്മുടെ വീട്ടിലെ പെറ്റ്സിന്റെ പിക്ചർ ഒക്കെ വെച്ചിട്ട് അത് മാറ്റുന്നത്. സെയിം വേ വി ക്യാൻ ചേഞ്ച് ഇറ്റ്. സോ to change the desktop background, what we have to do, so there are different blank space അല്ലേ? ഈ ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് ഒന്നും ഇല്ലാത്ത സ്പേസ് ഇല്ലേ, ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ്, അവിടെ മൗസ് പോയിന്റർ കൊണ്ടുവരാം. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ഹൗ വി വിൽ ഹോൾഡ് ഒരു മൗസ്. മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ വെക്കും. ദെൻ റൈറ്റ് ബട്ടണിൽ മിഡിൽ ഫിംഗർ വെക്കും. What happened, Muhammad T? എന്നിട്ടാണ് നമ്മൾ മൗസ് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ മിഡിൽ ഫിംഗർ അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഓപ്ഷൻ വന്നത് കണ്ടോ? ഒരു ഷോർട്ട് കട്ട് മെനു അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മെനു എന്ന് പറയും ഇതിനെ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോണ്ടെക്സ്റ്റ് മെനു, ഷോർട്ട് കട്ട് മെനു ഓർ കോണ്ടെക്സ്റ്റ് മെനു. ഞാനിപ്പോൾ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ പുതിയ ടോപ്പിക് ആക്ച്വലി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതേ ഉള്ളൂ. അവർക്ക് കമ്പ്യൂട്ടർ കൊടുത്തിട്ട് അവർ ചെയ്യുക ചെയ്തത്. ഇന്ന് അവർ സോർട്ടിങ് വരെ ചെയ്തു. ഇതിന്റെ നെക്സ്റ്റ് സോർട്ടിങ് ഡെസ്ക്ടോപ്പ് ഐക്കൺസ് അല്ലേ, അവിടെ വരെയുള്ള പോർഷൻസ് അവർ ചെയ്തു. ന്യൂ ടോപ്പിക്സ് ഒന്നും എടുത്തില്ല, പുതിയ ചാപ്റ്റർ ഒന്നും എടുത്തിട്ടില്ല. Okay, let it be. So we are going to change the desktop background. For that, we have to right click. Then here is an option called personalize. Page number 28. Page number 28. See, in this shortcut menu, at the last we can see an option personalize here. ആ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ക്ലിക്ക് ചെയ്യാം. പേഴ്സണലൈസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ സെറ്റിംഗ്സിന്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സെറ്റിംഗ്സ് വിൻഡോ അപ്പിയേഴ്സ്. ക്ലിയർ? ദിസ് ഈസ് ദ സെറ്റിംഗ്സ് വിൻഡോ. കണ്ടോ, എന്റെ പേര് കണ്ടോ? സെറ്റിംഗ്സ്. സെറ്റിംഗ്സിന്റെ വിൻഡോ ആണിത്. there are lot of options അല്ലേ? ഹിയർ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആ വിൻഡോ ഓപ്പൺ ആയി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യം കാണുന്നല്ലേ. അപ്പൊ ഇവിടെ കണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ഇതാണ് അല്ലേ? ദിസ് ഈസ് our current desktop background. ക്ലിയർ? ഈ ബാക്ക്ഗ്രൗണ്ടിന്റെ താഴെ ഒരു പിക്ചർ, ഇവിടെ ഒരു റെക്ടാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ കറണ്ട് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ ഡെസ്ക്ടോപ്പിന്റെ ഇപ്പോഴത്തെ കറണ്ട് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ആണിത് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടില്ലേ? So we are going to change it. So here again you can see a background option. അതിന്റെ താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്.
Okay, drop down arrow. So ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് 3 ഓപ്ഷൻസ് കാണാം. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് പിക്ചർ, സോളിഡ് കളർ, സ്ലൈഡ് ഷോ. ഓക്കെ, പിക്ചർ, സോളിഡ് കളർ, സ്ലൈഡ് ഷോ. ഐ എം ഗോയിങ് ടു ചൂസ് പിക്ചേഴ്സ്. പിക്ചേഴ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ പിക്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ കുറെ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ, കുറെ ചിത്രങ്ങളുണ്ട്, കുറെ പിക്ചേഴ്സ് ഉണ്ട്. ഇതില് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമുക്ക് ചൂസ് ചെയ്യാം. കണ്ടോ, ഓരോ പിക്ചർ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ആ പിക്ചർ കറക്റ്റ് നമുക്ക് മാറി കാണുന്നുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഇതായിരുന്നു. ദിസ് ഈസ് അവർ കറണ്ട് ബാക്ക്ഗ്രൗണ്ട്. സോ നമ്മളിവിടെ ഓരോ പിക്ചർ ചൂസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നത് നിങ്ങൾ കണ്ടോ. there is a preview we can see the preview of the background. കറണ്ട് ബാക്ക്ഗ്രൗണ്ട് മാറി നമ്മളിപ്പോ ഏത് ബാക്ക്ഗ്രൗണ്ട്, ഏത് പിക്ചർ ആണോ ചൂസ് ചെയ്തത് ആ പിക്ചർ ആണ് നമുക്ക് ഇവിടെ കാണുന്നത് അല്ലേ. if I choose this picture I can see it here. if I choose this one I can see it here. so നമ്മൾ സെലക്ട് ചെയ്യുന്ന പിക്ചേഴ്സ് എല്ലാം ഇവിടെ മാറി മാറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിൽ ഇഷ്ടമുള്ള ഒരു പിക്ചർ നമ്മൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഹിയർ ഈസ് ദ ക്ലോസ് ബട്ടൺ. ഓക്കെ, ക്ലോസ് ഇറ്റ്. See, now our background, the desktop background is different, right? It changed. മാറിയല്ലേ, നമ്മൾ ചൂസ് ചെയ്ത പിക്ചർ ആണ് ഇപ്പോഴത്തെ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട്. അഗൈൻ I need to change it. അപ്പൊ ഇതൊരു രസമില്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ I am again going to change the desktop background. So again ഞാനൊരു ബ്ലാങ്ക് സ്പേസിൽ, ഡെസ്ക്ടോപ്പിൽ ഒരു ബ്ലാങ്ക് സ്പേസിൽ മൗസ് പോയിന്റർ കൊണ്ടുവച്ചു. റൈറ്റ് ക്ലിക്ക് ചെയ്തു. ദെൻ പേഴ്സണലൈസ് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ദെൻ എനിക്ക് സെറ്റിംഗ്സിന്റെ ഒരു വിൻഡോ അപ്പിയർ ചെയ്തു. ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു. അതിൽ ഇപ്പൊ നേരത്തെ ഐ ചൂസ് പിക്ചേഴ്സ്, റൈറ്റ്? യാ, ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ, ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തപ്പോ പിക്ചേഴ്സ്, സോളിഡ് കളർ, സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. നൗ ഐ എം ഗോയിങ് ടു ചൂസ് ദ സോളിഡ് കളർ. സോളിഡ് കളർ, നേരത്തെ പിക്ചേഴ്സ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. നൗ ഐ എം ഗോയിങ് ടു ചൂസ് സോളിഡ് കളർ. സോളിഡ് കളർ ഞാൻ ചൂസ് ചെയ്തു. അപ്പൊ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതില് എനിക്കിഷ്ടമുള്ള കളർ ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, I choose my color, my favorite color. Okay, അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ മാറിയത് കണ്ടല്ലേ. Now I am going to close the window. Okay, ഒന്നും പ്രസ് ചെയ്യണ്ട, വിൻഡോ ക്ലോസ് ചെയ്താൽ മതി. See, ഞാൻ ചൂസ് ചെയ്ത കളർ ആണ് ഇപ്പൊ ഡെസ്ക്ടോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. സോളിഡ് കളർ, വേറെ പിക്ചേഴ്സ് ഒന്നുമില്ല. ഞാൻ ചൂസ് ചെയ്ത കളർ ഇപ്പോ ആ പിക്ചർ മാറി ആ കളർ മൊത്തം ഫിൽ ചെയ്ത് വന്നു ആ ഡെസ്ക്ടോപ്പിൽ. ക്ലിയർ? അഗൈൻ ലെറ്റ് മീ ചേഞ്ച് ഇറ്റ്. ഞാൻ പഴയ പിക്ചർ തന്നെ കൊണ്ട് വെക്കാൻ പോവാ, അല്ലെങ്കിൽ വേണ്ട, ഇതിലേതെങ്കിലും ഒരു നല്ല പിക്ചർ ചൂസ് ചെയ്യാം. Okay, let me choose this. Okay, I changed the desktop background again. Okay, did you understand that? How to change desktop background? If you have laptop and computer in your home, you should do it, okay? വീട്ടിലെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ഉള്ളവർ ചെയ്ത് നോക്കാട്ടോ. നെക്സ്റ്റ്, ചേഞ്ചിങ് ദ സ്ക്രീൻ സേവർ. ചേഞ്ചിങ് ദ സ്ക്രീൻ സേവർ. ഓക്കെ, കമ്പ്യൂട്ടർ നമ്മൾ കുറെ സമയം ഓഫാക്കി വെക്കുകയല്ല, യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മുടെ ഈ ഡെസ്ക്ടോപ്പ് മാറി വേറൊരു സ്ക്രീൻ ആയിരിക്കും അപ്പിയർ ആവുക. ഓക്കെ, കുറെ സമയം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ സ്ക്രീൻ മാറി വേറൊരു സ്ക്രീൻ അപ്പിയർ ആവും. ഓക്കെ, ആ സ്ക്രീനിലെ പിക്ചർ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഇനി മിസ് പറയാൻ പോകുന്നത്. സ്ക്രീൻ സേവർ ഈസ് എ പിക്ചർ still or moving that appears on the screen whenever a computer has not been used for some time. ഒരു കമ്പ്യൂട്ടർ കുറച്ച് സമയത്തേക്ക് യൂസ് ചെയ്യുന്നില്ലാത്ത സമയത്ത്
ഈ ഡെസ്ക്ടോപ്പ് ഈ പിക്ചർ മാറി, ഡെസ്ക്ടോപ്പ് മാറി വേറൊരു സ്ക്രീനാണ് ടെമ്പററി ആയിട്ട് അപ്പിയർ ചെയ്യുക. അതാണ് നമ്മുടെ ആ സ്ക്രീൻ നമുക്ക് ആ സ്ക്രീനിലെ പിക്ചർ നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്ത് വെക്കാം. അതെങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു തരാം. Again, what we have to do, നമ്മൾ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തപോലെ തന്നെ right click ചെയ്യാം. First step is to right click on the mouse. Right click on the mouse. Choose the personalize option. Personalize option. Page number 29. Personalize option. Okay. Here it is lock screen. Lock screen. നമുക്ക് ഫോണിൽ രണ്ട് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലെ. ഒന്ന് ഹോം സ്ക്രീനും ഉണ്ട്, ലോക്ക് സ്ക്രീനും ഉണ്ട് അല്ലെ. ഫോൺ ലോക്ക് ആയിരിക്കുന്ന സമയത്ത് വേറൊരു പിക്ചറാണ്. ഫോൺ ലോക്ക് അല്ലെങ്കിൽ പിന്നൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്ക് അഴിച്ചു കഴിയുമ്പോൾ ലോക്ക് അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പിക്ചർ കാണും അല്ലേ. സെയിം വേ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ആയി യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മറ്റേ നമ്മുടെ ഡെസ്ക്ടോപ്പ് കാണാം. ഡെസ്ക്ടോപ്പിന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സെറ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഡെസ്ക്ടോപ്പ് മാറി വേറൊരു സ്ക്രീൻ അപ്പിയർ ചെയ്യും. ആ സ്ക്രീനിന്റെ പിക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതെങ്ങനെയാന്ന് മിസ് പറഞ്ഞു തന്നത്. I'll explain it once again. First, right click on the mouse, then you will get a short menu or context menu. ഒരു ചെറിയൊരു ലിസ്റ്റ് കിട്ടിയല്ലേ, ഒരു കോണ്ടെക്സ്റ്റ് മെനു വന്നു. അതിന്റെ ലാസ്റ്റില് there is personalize option. There is personalize option. Click on that. Personalize option click ചെയ്യുക. എന്നിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. Then you will get സെറ്റിംഗ്സ് വിൻഡോ കിട്ടും. അതില് നേരത്തെ നമുക്ക് വേറൊന്നും ചൂസ് ചെയ്യണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഡീഫോൾട്ട് ആയിട്ട് ചൂസ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഡെസ്ക്ടോപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, ലോക്ക് സ്ക്രീൻ അല്ലെങ്കിൽ സ്ക്രീൻ സേവർ ആണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഹിയർ ഈസ് ലോക്ക് സ്ക്രീൻ ചൂസ് ചെയ്യുക. ലോക്ക് സ്ക്രീൻ ചൂസ് ചെയ്തു. ദെൻ നമ്മൾ താഴേക്ക് വരുമ്പോ ഇവിടെ സ്ക്രീൻ സേവർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ സേവർ സെറ്റിംഗ്സ്. ഓക്കെ, സ്ക്രീൻ സേവർ സെറ്റിംഗ്സ് സെലക്ട് ഇറ്റ്. സ്ക്രീൻ സേവർ സെറ്റിംഗ് അതിൽ ക്ലിക്ക് ചെയ്യാം. സ്ക്രീൻ സേവർ സെറ്റിംഗ്. എന്താ Okay, all of you listen. എനിക്കിപ്പോ പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ല. എന്തായാലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? കാണാൻ പറ്റില്ലേ? കേട്ടില്ലേ നിങ്ങള്? Yes. Okay, then let me continue. So personalize option എടുത്തു. Then lock screen ഞാൻ പ്രസ് ചെയ്തു അല്ലേ. ലോക്ക് സ്ക്രീൻ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരാം. ലോക്ക് സ്ക്രീൻ എടുത്തു കഴിഞ്ഞപ്പോ ഒരു പ്രിവ്യൂ ഉണ്ട്. ഇപ്പൊ കറന്റ്ലി ലോക്ക് സ്ക്രീനിന്റെ ഇത് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. ഞാൻ കുറെ നേരം കമ്പ്യൂട്ടർ ഓഫ് മീൻസ് യൂസ് ചെയ്യാതെ വെച്ചാല് എന്റെ ലോക്ക് സ്ക്രീൻ ഇങ്ങനെയായിരിക്കും. പക്ഷെ ഞാനത് ചേഞ്ച് ചെയ്യാൻ പോവാണേ. ഐ എം ഗോയിങ് ടു ചേഞ്ച് ഇറ്റ്. അതിന് താഴെ ഏറ്റവും താഴെ സ്ക്രീൻ സേവർ സെറ്റിംഗ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ സേവർ സെറ്റിംഗ്സ്. ഓക്കെ, ക്ലിക്ക് ഓൺ ദാറ്റ്. സ്ക്രീൻ സേവർ സെറ്റിംഗ്സ്. ഓക്കെ, സ്ക്രീൻ സേവർ കറന്റ്ലി നൺ. പ്രത്യേകിച്ച് ഒന്നും ചൂസ് ചെയ്ത് വെച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഇറ്റ് ഈസ് നൺ. സോ സ്ക്രീൻ സേവർ ഞാൻ മാറ്റി കൊടുക്കാൻ പോവാണ്. ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ ആണ് കേട്ടോ. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. സോ 3D ടെക്സ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോ എന്താ സംഭവിക്കുന്നത്? വിൻഡോസ് 10 എന്ന് ഒരു 3D പിക്ചർ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് അല്ലേ? ദാറ്റ് ഇസ് എ ഫസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഞാൻ ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാല് എന്റെ സ്ക്രീൻ സേവർ എന്തായിരിക്കും? ഇതുപോലെ ആയിരിക്കും. എന്റെ
കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ വിൻഡോസ് 10 എന്നുള്ള ഒരു 3D ടെക്സ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. സെയിം തിങ് എനിക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ ബ്ലാങ്ക്. ബ്ലാങ്ക്. ദർ ഇസ് നത്തിങ്. ബ്ലാങ്ക് ആണ്, ഒന്നുമില്ല. ബബിൾസ്. ബബിൾസ് കണ്ടോ? ചെറിയ ചെറിയ ബബിൾസ് ഇവിടെ സ്റ്റാർട്ട് ഓപ്ഷൻ ഇങ്ങനെ വരുന്നുണ്ടോ? കുറെ നേരം ഞാൻ കമ്പ്യൂട്ടർ ഓഫ് ഉപയോഗിക്കാതിരുന്നാല് ഇതുപോലെ ബബിൾസ് 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 ഇങ്ങനെ സ്റ്റാർട്ട് ഓപ്ഷൻ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കും. അത് അനദർ ഓപ്ഷൻ. ഞാൻ അത് കൊടുത്തില്ല. ഐ ആം ചേഞ്ചിങ് ഇറ്റ്. ഗൂഗിൾ ഫോട്ടോ സ്ക്രീൻ സേവർ. ഗൂഗിൾ ഫോട്ടോ സ്ക്രീൻ സേവർ. ഓക്കെ, ഗൂഗിൾ ഫോട്ടോ സ്ക്രീൻ സേവർ കൊടുത്തു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ആണ് വന്നത്. Then I'm going to choose the next one, Mistify. Okay, ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. Mistify. Then photos. ഇപ്പൊ ഫോട്ടോസ് ഒന്നും ഇല്ല പിക്ചേഴ്സ് ലൈബ്രറിയിൽ, അതുകൊണ്ട് വേറെ ഫോട്ടോസ് ഒന്നും വരില്ല. റിബൺസ്. ഓക്കെ, റിബൺസ്. ഇതിൽ ഇഷ്ടമുള്ള എഫക്റ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്ക്രീൻ സേവർ എനിക്ക് ചൂസ് ചെയ്യാം. ഇതിൽ ഞാൻ ഏത് ചൂസ് ചെയ്യും? I will choose bubbles. ബബിൾസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തു. ദെൻ ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്തു. ഇപ്പൊ എനിക്ക് സ്ക്രീൻ സേവർ കാണാൻ പറ്റില്ല. ബിക്കോസ് ഞാനിപ്പോ കറന്റ്ലി എൻ്റെ ലാപ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. കുറെ നേരം യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ആണ് നമുക്ക് ആ സ്ക്രീൻ സേവർ കാണാൻ പറ്റുക. കുറെ നേരം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സ്ക്രീൻ സേവർ എന്താണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പിക്ചർ അല്ലെങ്കിൽ ആ 3D എഫക്റ്റ് ആണെങ്കിൽ ആ 3D പിക്ചർ ആണെങ്കിൽ 3D പിക്ചർ, ആ ബബിൾസ് വരുന്നതാണെങ്കിൽ ബബിൾസ്, അത് ഏതാണോ നമ്മൾ ചൂസ് ചെയ്തത് അത് അതുപോലെ അപ്പിയർ ചെയ്യും. ക്ലിയർ? Did you understand? ഓക്കെ, കമ്പ്യൂട്ടർ വീട്ടിലുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് ഇത് ചെയ്യുക. അതുപോലെ സ്കൂളിൽ വരുന്നവരെ കൊണ്ട് ഞാൻ ഇവിടുന്ന് ചെയ്യിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. ഇന്ന് ഞാൻ നമ്മൾ സോർട്ടിങ് വരെ ചെയ്തിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് നമ്മൾ സോർട്ടിങ് വരെ ചെയ്തു. ഓക്കെ, ഇനി ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ടും ഇതുപോലെ സ്ക്രീൻ സേവറും ചേഞ്ച് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, സോ എവ്രിവൺ ടേക്ക് എക്സസൈസസ്. Exercise, page number 30. Page number 30. So, Amanna, please read the first question. Which of the following is a type of program or software? Which of the following Is a type of program or software? Okay, which of the following is a type of program or software? Application, desktop, taskbar. ഞാൻ ഈ ടെക്സ്റ്റ് ഒന്ന് എടുക്കാൻ നോക്കട്ടെ. മിസ്സേ, ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇതിലത്തെ ക്വസ്റ്റ്യൻ എഴുതാണ്ട് ആൻസർ മാത്രം ഇതിൽ തന്നെ എഴുതി തരും. എന്താണ്? What did you say? ഏത് ക്വസ്റ്റ്യൻ? ഈ പാഠത്തിലത്തെ ക്വസ്റ്റ്യൻ ആൻസർ അത് ഇപ്പം മിസ് അതിന്റെ ആൻസർ മാത്രം കാണിച്ചു തരുവോന്ന്? ആൻസർ മാത്രോ? ഓക്കെ, നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലല്ലോ എക്സസൈസസ്. No, we didn't. No. So we are going to explain that. So first question, which of the following is a type of program or software? We have three options. So ഇതിൽ ഏതോ ഒന്ന്
ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഏതാണ്? ആപ്ലിക്കേഷൻ. യാ, അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലേ? നമ്മൾ പ്രോഗ്രാം വാട്സപ്പ് ഉണ്ട്, നമ്മുടെ ക്രോം ഉണ്ട്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഇതിലുണ്ട് അല്ലേ? സോ ആപ്ലിക്കേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് പ്രോഗ്രാം ഓർ സോഫ്റ്റ്വെയർ. എ ഇസ് ദ കറക്റ്റ് ആൻസർ. A is the correct answer. Next, Fatima Meheran, read the second question. The small labeled pictures. Small Present. labeled. Small labeled. The small labeled pictures present on the desktop are called. Are called what? Icon. Yeah, the small labeled pictures present on the desktop are called Icons. icons. Very good. Icons. Icons. Now, Tessa, read the third question. Tessa, please unmute first. ഞാൻ എല്ലാവരെ കൊണ്ട് വായിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ആരെയോ വിളിച്ചല്ലോ, അയാളോട് പോയി. Where is Tessa? Okay, read the third question. All Functions of a computer. Okay. It manages the overall functions of a computer. Operating system. Okay. Yeah, operating system manages the overall functions of a computer. ഒരു കമ്പ്യൂട്ടറിന്റെ overall functions manage ചെയ്യുന്ന എന്താണ്? It's the operating system. Yeah, it is operating system. C is the correct answer. Then Dominic Biju, fourth question. Which key is pressed to select Adjacent. Adjacent Icons. Icons. Yeah, very good. Which key is pressed to select adjacent icons? It is Shift key. Very good. Shift key. Binya Binoy. Binya Binoy. Read the first question in B. Fill in the blanks. So you have 5 words. Icon, taskbar, search box, screensaver. So we are going to fill the blanks. Question answer. The list stored in the computer. Okay. The dash lets you search for the files stored in the computer. The dash lets you search for the files, stored in the computer. Which one? എന്താ നമ്മളെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത ഫയൽസും ഫോൾഡേഴ്സും പ്രോഗ്രാംസിനെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്താ? Search box. Search box. Search box. The search box lets you search for the files stored in the computer. Okay. Next question.
മിസ് ആ ടിക്ക് അങ്ങോട്ടേക്ക് മാഞ്ഞു വെച്ചതാ. ഞാനിപ്പോ ക്ലിയർ ചെയ്യാൻ പോവാം. Okay. So, next. Who's next? Anagha. Read the second question. Bar present at the bottom of the disk. A long horizontal bar present at the bottom of the desktop. Okay. ഇത് horizontal ആണ് ട്ടോ. HORIZONTAL. Horizontal. Taskbar. Okay. Dash is a long horizontal bar. Yeah, very good. Present at the bottom of the desktop. The long horizontal bar present at the bottom of the desktop. It is the taskbar. Taskbar. Taskbar is a single name, no? Taskbar. Oh, it's a beginning of the sentence. Or sentence in the beginning, Anna. So the first word should begin with a capital letter. Taskbar is a long horizontal bar present at the bottom of the desktop. T capital idane. Taskbar is a long horizontal bar present at the bottom of the desktop. Next, Hanna Varghese. And dash And dash yeah, is a small label. A label picture picture desktop. on the desktop. അത് ആരാ ഇപ്പൊ വായിച്ചത്? ഹന്നയല്ലല്ലോ. ഞാൻ ഹന്നയോട് വായിക്കാൻ പറഞ്ഞത്. അപ്പൊ ആരാ വായിച്ചത്? ഓക്കെ, whatever. And മെഹറിൻ ആണോ വായിച്ചത്? അല്ല, ഞാൻ ഓരോരുത്തരെ ഇവിടെ കാണുന്ന ആൾക്കാരെ ഞാൻ വായിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പൊ വായിച്ച ആളാരാ? ഫാത്തിമ മെഹറിൻ. ഓക്കെ, ഞാൻ ഇനി പറയുന്ന ആള് വായിച്ചാൽ മതി ട്ടോ. Third one, and dash is a small labeled picture on the desktop. And dash is a small labeled picture. Icons. An icon. And എന്ന് പറയുമ്പോ ഒരെണ്ണേ ഉള്ളൂ അല്ലേ? An icon. An icon. Icons എന്ന് പറയില്ല, an icon എന്നേ പറയുള്ളൂ. Oh, let it be the small I. Icon. An icon is a small labeled picture on the desktop. And ആരാ അവിടെ ടി എന്ന് പറയുന്ന കുട്ടി? Who's T? ഓ, അത് ടെസ്സയായിരുന്നോ? Okay, Hanna Varghese, read the fourth question. Where is Hanna Varghese? Hanna Varghese നോട് പറഞ്ഞ Hanna Varghese തന്നെ വായിക്കണം കേട്ടോ. വേറെ ഫ്രണ്ട്സ് ഒന്നും ഹെൽപ്പ് ചെയ്യണ്ട. Where did you go? പത്ത് കുട്ടികളല്ലേ? Hanna Varghese. കഴിയാറായി. Where did he go? അല്ല, ഓക്കെ, ഹന്ന വർഗീസ് ഇല്ല. സോ 3-5. മുഹമ്മദ് ടി. മുഹമ്മദ് ടി, read the fourth question. ഈ വിളിക്കുന്നവരൊക്കെ എവിടെ പോയി കിടക്കുക?
ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നെങ്കിൽ ഇത്ര സമയമോ? മിസ് ഞാൻ വായിക്കട്ടെ? അതാരാ? ഡൊമിനിക്. അല്ല, വായിക്കാത്ത ആൾക്കാരെ കൊണ്ട് ഞാൻ എല്ലാവരെയും ഒന്ന് വായിപ്പിക്കട്ടെ മോനെ, എന്നിട്ട് ഞാൻ സെക്കൻഡ് തരാം. ഓക്കെ Then we ഓക്കെ. say മുഹമ്മദ് ആണോ? വായിച്ചോ. ആ ഫോർത്ത് ക്വസ്റ്റ്യൻ വായിച്ചോ. ആ that appears on the screen when you are the keyboard is not lifted is not used sometimes. sometime. Okay, a dash is a picture, still or moving, that appears on the screen whenever the keyboard or mouse is not used for some time. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണല്ലേ. കുറേ സമയം നമ്മുടെ കുറേ സമയം നമ്മുടെ കമ്പ്യൂട്ടറോ മൗസ് അല്ലെങ്കിൽ ഒന്നും നമ്മൾ കീബോർഡ് മൗസ് ഒക്കെ യൂസ് ചെയ്യാതെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാതെ ഇരിക്കുമ്പോ എന്താണ്, ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ചിലപ്പോ പിക്ചേഴ്സ് വരും, ചിലപ്പോ ബബിൾസ് പോലെ അല്ലെ മൂവിങ് ആയിട്ടുള്ള എന്തെങ്കിലും വരും, അല്ലെങ്കിൽ ചിലപ്പോ സ്റ്റിൽസ് ആയിരിക്കാം, എന്തെങ്കിലും വരും അല്ലേ. 3D പിക്ചർ വരാം, മൂവിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ്, അനിമേഷൻ എഫക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരാം. അപ്പൊ എന്തായിരുന്നു അത്? വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് ദ Screensaver. Yeah, it is the screensaver. Screensaver. What is the difference Yeah, between screensaver. the desktop button? Okay, Different taskbar name all the sections. now Aflaxi. See, Microsoft Windows is an operating system. Microsoft Windows is an operating system. Is it true? Yes. Yeah, it is true. So what do you have to write? T. T, capital T. Okay, true. Now, Aniha, second statement. Read the second statement. The start menu is divided into 3 parts. False. The start menu is divided into 3 parts. It's false. False. Right? Yeah. False. 2 parts. False. Yeah, false. Start menu 3 parts ആയിട്ടല്ല അല്ലേ. സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യുമ്പോൾ 2 പെയിൻസ് ആണ് നമുക്ക് കിട്ടുക. 2 പെയിൻ ആണ്. ഓക്കെ, തേർഡ് വൺ. ഇനി ഹന്ന ആണോ വായിക്കാൻ ബാക്കിയുള്ളത്? Yes. ഓക്കെ, ഹന്ന വേഗം വായിച്ചേ. ഹന്ന ഇല്ലെങ്കിൽ ആരെങ്കിലും വായിച്ചോ, മിസ് എന്നെ ഓടിക്കും. ഞാൻ വായിക്കാം മിസ്. ഓക്കെ, read it. The position of the taskbar cannot be changed. The position of the taskbar cannot be changed. The position of the taskbar cannot be changed. False. False. We can change the position of taskbar. False. Yeah, we can place it to the left, up part, ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലും ബോട്ടത്തിലും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം അല്ലേ. Okay, that is false. And the fourth statement. ആരേലും ഒരാൾ വായിച്ചോളൂ. Enter key is used to select non-adjacent
adjacent icons. Adjacent ആണ് adjacent non-adjacent icons. Enter key is used to select non-adjacent icons. Is it true or false? false അല്ല. Hmm? മലയാളം പറഞ്ഞരോ? Non-adjacent icons select ചെയ്യാൻ ഏത് കീ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നത്? Mouse. മൗസാ കീ ആണ് പറഞ്ഞത്, ഡിവൈസും പാർട്ടൊന്നും അല്ല. കീബോർഡിൽ ഏത് കീയാ പ്രസ് ചെയ്ത് വെക്കുന്നത്? Shift. ഷിഫ്റ്റ് ആണോ? അഡ്ജസന്റ് അല്ല, നോൺ അഡ്ജസന്റ് ആണ്. അടുത്തടുത്തല്ലാതെ എവിടെയൊക്കെയോ കിടക്കുന്ന ഐക്കൺസ് ആണ്. ഇന്ന് ക്ലാസ്സിൽ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അൻവി ഉണ്ടായിരുന്നല്ലോ. Control key. യാ, കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഐക്കൺസ് സെലക്ട് ചെയ്യാനാണ് നമ്മൾ. നോൺ അഡ്ജസന്റ് ആയിട്ടുള്ള ഐക്കൺസ് സെലക്ട് ചെയ്യാൻ നമ്മൾ കൺട്രോൾ കീ ആണ് യൂസ് ചെയ്യുന്നത്, എന്റർ അല്ല. സോ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് True. ട്രൂ ആ. എന്റർ കീ ആണോ കൺട്രോൾ കീ ആണ് യൂസ് ചെയ്യുന്നത്? യെസ്, ഫാൾസ്. 30-31 പേജാണ്. False. ഓക്കെ കഴിഞ്ഞു. അതിന് 31. Okay, we have only 1 minute left. Class will end soon. ടീച്ചർ മൂന്നാമത്തെ ഒന്ന് പറയാവോ? മൂന്നാമത്തെ ഏതാണ്? false. True or false statement? The position of the taskbar cannot be changed. We can change it. But the false ആണ് ട്ടോ. Third statement is false. Okay. Okay. Okay, bye. See you in the next class. Thank you, miss.